അടുത്തതായി KKRFിൻ്റെ സെക്രട്ടറി ശ്രീ രമേഷ് കുമാർ റെഡ്ഡിയാർ അവരുടെ അവരുടെ ഹാജർമായിട്ട് അടുത്തതായി KKRFിൻ്റെ ട്രഷറർ ശ്രീ ഞങ്ങളുടെ രാജാനാഥെന്ന് വിളിക്കുന്ന ജനാർദ്ദൻ റെഡ്ഡിയാർ അവരുടെ ഞാൻ അടുത്തതായി നമ്മുടെ KKRFിൻ്റെ വൈസ് ചെയർമാൻ ശ്രീ രാമനാഥൻ അവരുടെ അടുത്തതായി ഉപയോഗത്തിലേക്ക് നമ്മുടെ ചീഫ് ഗസ്റ്റായിട്ട് നമ്മൾ എത്തിയിരിക്കുന്നത് നമ്മുടെ എല്ലാം പ്രിയരായ ശ്രീ സരിക നമ്മുടെയൊക്കെ സരികയെ ചീഫ് ഗസ്റ്റായി നമ്മൾ ഇന്നുണ്ടായ മീറ്റിംഗ് തന്നെ സരിക നമുക്ക് എല്ലാവർക്കും ഒരു ഓർമ്മകളാണ്. ആ സരികയെ വളർന്നു. അടുത്തതായിട്ട് നമ്മുടെ അസോസിയേഷനിൽ നമ്മളെ റെഡ്ഡിയാർ അസോസിയേഷൻ ചങ്ങനാശ്ശേരിയുടെ മെമ്പേഴ്സിൽ നമ്മൾ 3 വ്യക്തികളെ ആദരിക്കുന്നുണ്ട്. ആ 3 വ്യക്തികൾ എന്ന് പറഞ്ഞാൽ അവരുടെ ജീവിതത്തിൽ അവർ നേടിയെടുത്ത അച്ചീവ്മെൻറ്റ്സ് അത് നമ്മുടെ അംഗങ്ങൾ ഓരോരുത്തർക്കും പ്രചോദനമായിരിക്കേണ്ട കാര്യങ്ങളാണ്. അവരുടെ ജീവിത രീതിയും അവർ മുന്നോട്ട് നേടിയ കാര്യങ്ങളെല്ലാം തന്നെ നമ്മളെല്ലാവരും അത് മനസ്സിലാക്കുകയും അതിലൂടെ തന്നെ നമ്മളത് ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ ജീവിതം മുന്നോട്ട് നീങ്ങണമെന്നുള്ളതും അവവുമായി ചെയ്തുകൊണ്ട് തന്നെയാണ് ഇന്ന് നമ്മൾ ആ 3 വ്യക്തികളെ നമ്മൾ ആദരിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അതിലാദ്യമായിട്ട് നമ്മുടെ ഡോക്ടർ ശാന്തി സരോജം അവരുടെയാണ്. നമ്മുടെ മെമ്പറാണ്. പന്തളം അസോസിയേഷൻ നമ്മുടെ പന്തളത്താണ് അത് താമസിക്കുന്നത്. മേഡത്തെ ഞാൻ ഈ ലോകത്തിലെ ഹാർദമായിട്ട് നടത്തി. അടുത്തതായി നമ്മുടെ രമ്യയാണ്. രമ്യയെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ രമ്യയെപ്പറ്റി ഡീറ്റെയിലായി നിങ്ങൾക്ക് പിന്നീട് പറയുന്നതായിരിക്കും. ഇതിനാൽ കൂടി ലാഭമായിട്ട് പറയുകയാണെങ്കിൽ രമ്യ വളരെ അതായത് ഒരു ജീവിതത്തിൽ മുന്നേറുന്നതിന് എന്തൊക്കെ വേണം എന്നുള്ളതൊക്കെ തന്നെ രമ്യയെ കണ്ടു തന്നെ പഠിക്കണം. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ ഒരു ഹൗസ് വൈഫായി വന്നതിന് ശേഷം പിന്നീട് രമ്യ നേടിയെടുത്ത ഡിഗ്രികൾ അത് ജോയിൻറ്റ് ഫാമിലിയിൽ ഉണ്ടായിരുന്നത് തന്നെ അതിനൊക്കെ ചെയ്ത് രമ്യയിൽ ഡോക്ടർ രമ്യയായിട്ട് മാറിയതിൻ്റെ പിന്നിലുള്ള കഥകളൊക്കെ രമ്യയിൽ നേരിട്ട് പറയുന്നതായിരിക്കും. എന്നിരുന്നാൽ നമ്മുടെ മെമ്പറാണെന്ന് പറയുന്നത് നമുക്ക് സ്വല്പം അഹങ്കാരം തന്നെ ആ രമ്യയെ ഇതിലേക്ക് സ്വാധീനിക്കുന്നു. അടുത്തത് നമ്മുടെ നവനീത സർക്കാരാണ്. ഞങ്ങളെല്ലാം കണക്കിലെന്ന് വിളിക്കുന്ന നവനീത സർക്കാർ. അദ്ദേഹത്തെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഏകദേശം ഒരു 10-15 വർഷം 20 വർഷം മുമ്പാണ് അദ്ദേഹത്തെ പറ്റി. അദ്ദേഹം ഒരു വൺ മാൻ ആർമിയാണ്. അതായത് നമ്മളെല്ലാം അതിശയിച്ചു പോകും. അതായത് ഞാനൊക്കെ ഒരു ചെറിയ സ്ഥാപനം നടത്തുന്നുണ്ട്, അച്ഛൻ്റെ കൂടെ ഇരുന്ന് നടത്തിക്കൊണ്ട് പോകുന്നുണ്ടെങ്കിലും അതിൽ 3 മാനേജർ അല്ലെങ്കിൽ 2 മാനേജറിനെ വെച്ചൊക്കെയായിരിക്കും നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നത്. ഇത് ഒരു വൺ മാൻ ആർമി. അതായത് ഒറ്റയ്ക്കാണ് ഇതെല്ലാം കൺട്രോൾ ചെയ്യുന്നതും ഗവൺ ചെയ്യുന്നതും പ്രവൃത്തി ചെയ്യുന്നതും. അപ്പോൾ ഞങ്ങളുടെ സിമിലറായിട്ടുള്ള ബിസിനസ് ആയിരുന്നു അദ്ദേഹം സ്റ്റാർട്ട് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അതിൽ പല ബ്രോക്കേഴ്സൊക്കെ നമ്മളായിട്ട് സംസാരിക്കാൻ പറയും, ഇതെല്ലാം കൂടെ ഇങ്ങനെ ഈ തലയിലൊക്കെ കിടക്കും 24 മണിക്കൂറെന്നല്ല. പക്ഷേ അദ്ദേഹം എപ്പോഴും പ്രസൻ്റായിട്ട് ഒരേ മൂഡിലാണ് ഇരിക്കുന്നത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ബിസിനസ് ഇൻവോൾവ്മെൻറ്റും അദ്ദേഹം ചെയ്തു കൂട്ടുന്ന കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ അതിശയിക്കും. അങ്ങനെയുള്ള ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ് അദ്ദേഹം. ജീവിതത്തിൽ മുന്നോട്ട് അദ്ദേഹത്തിൻ്റെ ജീവിതം വളരെ സക്സസ്ഫുള്ളായിട്ട് മുന്നോട്ട് പോയതൊക്കെ എന്ന് പറയുന്നത് അദ്ദേഹത്തിന് അത് വലിയ കാര്യമായിട്ട് തോന്നിയില്ലെങ്കിൽ കൂടി നമ്മുടെ മെമ്പർമാർക്കിടയിൽ അതൊരു പ്രചോദനമാകും എന്നുള്ളതുകൊണ്ടാണ് വളരെ റിക്വസ്റ്റ് ചെയ്തിട്ടാണ് അദ്ദേഹം അദ്ദേഹത്തെ ഞാൻ ഇതിനോട് വളരെ സാധിക്കുന്നത്. പിന്നെ അടുത്തതായി നമ്മുടെ സഹോദര സംഘടനകളാണ്. തിരുവനന്തപുരം അസോസിയേഷൻ ഞാൻ സൂചിപ്പിച്ച പോലെ അവർക്ക് അവിടെ വരാൻ സാധിക്കുന്നു. നേരത്തെ അറിയിക്കുന്നു. അവർക്ക് മെഡിക്കൽ കാര്യങ്ങളൊക്കെ അവർ കോർഡിനേറ്റ് ചെയ്യണം. അവർക്ക് എത്താൻ സാധിക്കുന്നു നമ്മൾ നേരത്തെ അറിയിക്കുന്നു. എന്നിരുന്നാലും അവരെ അടുത്തത് കൊല്ലം അസോസിയേഷനാണ്. കൊല്ലം അസോസിയേഷൻ പ്രസിഡന്റ് ശ്രീ രമേഷ് കുമാർ റെഡ്ഡിയാർ. അദ്ദേഹം KKRFിൻ്റെ കൂടിയാണ്. അദ്ദേഹത്തിന്
സെക്രട്ടറിയാണ്, സെക്രട്ടറിയാണ്. അദ്ദേഹത്തിന്റെ ടീമായിട്ട് ആറാമത് അങ്ങനെ കൊല്ലം അസോസിയേഷനിൽ നിന്ന് നമുക്ക് കവൈവേദിയിൽ ഗസ്റ്റ് എല്ലാവരും വന്നിട്ടുണ്ട്. അവരെയും ഞാൻ ഈ അവസരത്തിൽ മാത്രമായി സ്വാഗതം. അടുത്തതായി മാവേലിക കല്യാ അസോസിയേഷനാണ്. മാവേലിക കല്യാ അസോസിയേഷനിൽ നിന്ന് നമ്മുടെ രാജു എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തെ ഞാൻ അവർക്ക് ഭാഗമായി പറയുന്നു. അടുത്തതായി ആലപ്പുഴ അസോസിയേഷനിൽ നിന്നാണ്. ആലപ്പുഴ അസോസിയേഷനിൽ നിന്ന് ആനന്ദ് എല്ലാവരും എത്തിയിട്ടുണ്ട്. അവരെയും ഞാൻ ഈ അവസരത്തിൽ ഭാഗമായി സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി കോട്ടയം കല്യാണ അസോസിയേഷനാണ്. കോട്ടയം കല്യാണ അസോസിയേഷന്റെ പ്രസിഡന്റ് അദ്ദേഹത്തിന്റെ കൂടെ അദ്ദേഹത്തിന്റെ എല്ലാ പടകളും അദ്ദേഹത്തിന്റെ ശക്തി കേന്ദ്രങ്ങൾ എന്നറിയപ്പെടുന്ന സംഘങ്ങളുണ്ട്. അവരെല്ലാവരും തന്നെ എത്തിയിട്ടുണ്ട്. എത്തിയ സന്തോഷം നിന്നും അവരുടെ കാര്യമായുള്ള പാർട്ടിസിപ്പേഷൻ അവരുടെ ഉണ്ടായിട്ടുണ്ട്. അവരെ എല്ലാവരെയും അദ്ദേഹം ഭാഗമായി സ്വാഗതിച്ചിട്ടുണ്ട്. അത് എറണാകുളം അസോസിയേഷനാണ്. എറണാകുളം അസോസിയേഷൻ നമ്മുടെ പ്രസിഡന്റ് അസോസിയേഷനാണ്. എറണാകുളം അസോസിയേഷൻ പ്രസിഡന്റ് ചെയ്ത് ലക്ഷ്മീനാഥ് അവരെ കിട്ടിയിട്ടുണ്ട്. അവരെയും ഞാൻ ഭാഗമായി സ്വാഗതിച്ചു. അടുത്തതായിട്ട് നമ്മുടെ കുടുംബാംഗങ്ങളാണ്. നമ്മളെല്ലാവരും എത്തിയിരിക്കുന്നത് നമ്മൾ ഈ ഫംഗ്ഷൻ ചെയ്യുന്നത് ഒരു വ്യക്തിഗതമാണ്. നമ്മളെല്ലാവരും അസോസിയേഷനോട് ഫാമിലിയിലേക്ക് എല്ലാവരും കാണുന്ന സന്തോഷം നമുക്ക് നമ്മൾ ഈ പ്രോഗ്രാം ഈ വ്യക്തികളെ ആദരിക്കുന്നത് വഴി നമ്മൾ ആ ഒരു പ്രചോദനം നമുക്കുണ്ടാകുകയും അത് നമ്മുടെ ജീവിതത്തിലുള്ള ഉണ്ടാകുകയും ചെയ്യണമെന്നുള്ളത് എല്ലാവരും ഓർമ്മ ഞാൻ